ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 9 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. മലയാളം എന്ന് പറഞ്ഞെങ്കിലും തെലുങ്കിലും തമിഴിലും ഈ പതിപ്പ് ഇന്ന് വന്നിട്ടുണ്ട്. ചിത്രത്തിൽ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, അശോകൻ, ഹക്കിം ഷാ, നന്ദു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. റോഷാക്ക്, ഇബിലീസ് എന്നീ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ സമീർ അബ്ദുൾ ആണ് ഈ നോബഡിയുടെ തിരക്കഥാകൃത്ത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സുപ്രിയ മേനോനാണ്. 2 മണിക്കൂർ 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിച്ചത് രാവിലെ 10:30 UA13+ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് JXP ജോയിയാണ്. ദിനേശ് പുരുഷോത്തമൻ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. MB റമീസ് ആണ് എഡിറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത്. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മമ്മൂട്ടിയുടെ റോഷാക്ക്, അതുപോലെ തന്നെ കെട്ടിയോളന്റെ മാലാഖ എന്നിങ്ങനെ ശ്രദ്ധേയ സിനിമകൾ സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ മറ്റൊരു മികച്ച സിനിമ തന്നെയാണ് ഐ നോബഡി എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. പൃഥ്വിരാജ്, പാർവതി ഉൾപ്പെടെ അഭിനേതാക്കളെല്ലാം തന്നെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കവും ആദ്യ പകുതിയും വളരെ മികച്ചതും ഗംഭീരവുമായിരുന്നു. തിരക്കഥയുടെ കരുത്തും മേക്കിങ്ങിന്റെ മികവും ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ മുഴുനീള ത്രില്ലിംഗിലേക്കാണ് നയിച്ചത്. ത്രസിപ്പിക്കുന്ന സാങ്കേതിക മേന്മയും ഗംഭീരമായ JXP ജോയിയുടെ സംഗീത മികവും സിനിമയ്ക്ക് കരുത്തായി മാറിയിട്ടുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളും എല്ലാം തന്നെ മുന്നിൽ തന്നെയാണ്. രണ്ടാം പകുതിക്ക് കുറച്ച് ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന പോരായ്മ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ മിക്സഡ് അഭിപ്രായം സിനിമയെക്കുറിച്ച് പൊതുവെ വന്നിട്ടുണ്ടെങ്കിലും എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വമ്പൻ തകർച്ച നേരിട്ട വിലായത് ബുദ്ധയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവിന് കളമാകുന്ന സിനിമ കൂടിയാണ് ഐ നോബഡി. നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ 2000, 2500, 3000 ടിക്കറ്റ് വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കേരള ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 86 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 12,45,000, തമിഴ്നാട്ടിൽ 7,95,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 1,80,000 എന്നിങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ പ്രീ സെയിലായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 1,07,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 20 ലക്ഷം രൂപയാണ് പ്രീ സെയിലായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 1,27,00,000 രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ. ഇനി ഫസ്റ്റ് ഡേ കളക്ഷൻ വൈകിട്ടോടെ പുറത്തു വരും. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ഇതയം മുരളി. ചിത്രത്തിന്റെ നിർമ്മാണം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ആകാശ് ഭാസ്കരൻ ആണ്. അഥർവ നായക വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ക്യാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. കയാതു ലോഹർ, പ്രീതി മുകുന്ദൻ, നാട്ടി സുബ്രഹ്മണ്യം, രാംഗി, തമൻ, ദ്രാവിഡ് സെൽവം, സുധാകർ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമാറ്റോഗ്രാഫി മനോജ് പരമഹംസയും പ്രദീപ് രാഘവ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. തമൻ S ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. റെഡ് ജയന്റ് മൂവീസ്, മൈത്രി മൂവി മേക്കേഴ്സ് എന്നിവയാണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. നാളെ വെള്ളിയാഴ്ച ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമ തിയേറ്ററിലെത്തുന്നുണ്ട്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അജയ് ദേവ്ഗൻ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാഴ്സി, ജാവേദ് ജാഫ്രി, രവി കൃഷ്ണൻ, സഞ്ജീത ഷെയ്ഖ്, സഞ്ജയ് മിശ്ര എന്നിങ്ങനെയാണ് താരങ്ങൾ. അപ്പോൾ നോബഡി സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.